ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. എല്ലാവർക്കും ഷോപ്പിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് സ്നേഹ എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഇരിക്കെ ഒരു സാറ്റർഡേ നമ്മൾ ഹോസ്റ്റൽ റൂമിലുള്ള എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ഇട്ടു, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന്. നമ്മൾ ഈ റൂമിനകത്ത് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു 10-10:30 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. നേരെ ഫസ്റ്റ് കിട്ടിയ ബസ്സിൽ തന്നെ നമ്മൾ ചെന്ന് ഇറങ്ങിയത് ബ്രോഡ്വേയിലോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിൽ അകത്തോട്ട് കയറി. അവിടെ കൂടുതലായിട്ടും ഹോൾസെയിൽ ഷോപ്സാണുള്ളത്. ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അത് ബെനഫിറ്റാണ് അവിടെ വന്ന് നോക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി തപ്പി പിടിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് വില കുറവിന് നല്ല ഡ്രസ്സുകൾ കിട്ടും. അല്ലാതെ ഡ്രസ്സിനായാലും നമ്മൾ ഫാൻസി ഐറ്റംസിനായാലും അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് കുറഞ്ഞ ഷോപ്സും ഉണ്ട്. നമ്മളത് തിരഞ്ഞു പിടിച്ച് അതേന്ന് പറഞ്ഞ് മെനക്കെട്ട് നിന്നാലേ പറ്റുള്ളൂ. ദെൻ നമ്മൾ കുറേ ഷോപ്പുകൾ കയറിയിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരി വാങ്ങിക്കാനായാലും അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസ് മേടിക്കാനായാലും ഒക്കെ കുറേ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നും. പിന്നെ പൊതുവെ പെൺകുട്ടികളുടെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ പൊതുവെ എനിക്ക് ഓർണമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഡ്രസ്സായാലും ഒക്കെ മീൻസ് കണ്ടുകൊണ്ട് പോകാൻ, നമ്മൾ മേടിച്ചില്ലെങ്കിലും കണ്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് പൊതുവെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു, വില നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. കാരണം മീൻസ് നല്ല വിലയാണ്, നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പൈസ ഉള്ളവർക്ക് പ്രശ്നമില്ല. ദെൻ നമ്മൾ ഓരോന്നിനും റേറ്റ് നോക്കി അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ 1-2 കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാല കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനവുമാണ്. അതേ കണക്കത്തെ റേറ്റും ഉണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12:30-1 മണിയായപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കഴിക്കാനും കാര്യങ്ങളും പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി ഞാനിങ്ങനെ റീലിലൊക്കെ കണ്ടിട്ടുണ്ട് 49 രൂപയ്ക്ക് ഷാർജയും ബർഗറൊക്കെ കിട്ടുന്നൊരു സ്പോട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ എന്ന്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഷാർജയും ബർഗറും ആയിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. എല്ലാവരും ഓരോരോ ഐറ്റംസ് ഓർഡർ ചെയ്തു. അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റുമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, ഒരു ചേച്ചിക്ക് റീലൊക്കെ എടുക്കണം, അങ്ങനെ പുള്ളിക്കാരി റീലൊക്കെ എടുത്തു കൊടുത്തു. ദെൻ അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, സംസാരിച്ചു. മെയിൻ എടുത്ത് പറയേണ്ടത്, ഞാൻ ഇവിടെ ഈ ഹോസ്റ്റലിൽ വന്നത് ഞാനങ്ങനെ മാറി നിൽക്കാത്ത ഒരാളാണ്. മീൻസ് വീട്ടിൽ നിന്ന് ഞാൻ ഹോസ്റ്റലിലോ അങ്ങനെ നിന്നിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് നിന്നിട്ട് എനിക്ക് ഇവരോടൊക്കെ, കാരണം പല ജില്ലക്കാരാണ്, മീൻസ് അവരോടൊക്കെ നല്ലോണം സംസാരിക്കാനായാലും എല്ലാവരും നല്ല ആൾക്കാരാട്ടോ. അത് തന്നെയായിരുന്നു ഇവർ, മീൻസ് എൻ്റെ അതേ വൈബ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെ സംസാരിച്ച്. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു പടം വരയ്ക്കുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആളതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് നല്ലൊരു മനുഷ്യനാട്ടോ. നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മടി കൊണ്ടും നല്ല വെയിലായതുകൊണ്ടും ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം നമുക്ക് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, എല്ലാവരും അത് അനുസരണയോടെ കേട്ട് അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതൊന്നും മറക്കരുത്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മൾ മടി കാണിക്കണമല്ലോ. കാരണം പല ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. എന്തിനാ വരുന്നത്? നമ്മളൊരു ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ വരുന്നതിലേക്ക് ബൈ ബൈ.